ഹാപ്പി ബർത്ത്ഡേ തലമുഖം കണ്ട ശ്രീമോള് ഉറങ്ങിപ്പോയിരുന്നു. ആ സമയത്താണ് ഞാൻ വിളിച്ചത് പുറത്തേക്ക്. അങ്ങനെ വന്നിട്ട് ഞങ്ങൾ മുറിച്ചു. ശ്രീമോള് പ്രതീക്ഷിച്ചിട്ടില്ല ഇതുള്ളതൊന്നും. ഞാനും മോനും കൂടെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. കുഞ്ഞുറങ്ങിയിരിക്കണം. കുഞ്ഞില്ലാത്തൊരു വിഷമമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് സാരല്ല, കുഞ്ഞിപ്പോൾ ഇത് കഴിക്കില്ല, നാളെ കുഞ്ഞിന് നമുക്ക് കാണിച്ചു കൊടുക്കാം. എന്തായാലും വേണ്ടില്ല. കേക്കൊക്കെ മുറിച്ച് ശ്രീമോളും കണ്ണനും ഞാനും കഴിക്കലൊക്കെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോണ്ടല്ലോ നമ്മുടെ കുഞ്ഞുണ്ടല്ലോ ഇങ്ങനെ എണീറ്റ് വരുന്നു. കേക്ക് മുറി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവനിതാ അതുപോലെ വന്ന് അമ്മേനെ തോളിലൊക്കെ ഒന്ന് കയറിയിരുന്ന് സന്തോഷിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. പിന്നെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് ശ്രീമോൾക്ക് സെക്കൻഡ് സെറ്റാണ്. നമ്മുടെ മഹാരാജയെ പോയിട്ട് വാങ്ങിയതാണ് കമ്മല്. അതും ഈ കേക്കും ഒപ്പാണ് കണ്ണം കൊണ്ടുവന്നത്. ശ്രീമോള് കണ്ടിട്ടില്ല, ഞാനാണ് കേക്ക് എടുത്ത് വെച്ചതും. പിന്നെ ഞങ്ങൾ എല്ലാം അവൾക്ക് സമ്മാനമായി കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനുണ്ടായിരുന്നു, ഇപ്രാവശ്യവും ഞാനുണ്ട്. ഇതുപോലെ അവരുടെ ഓഫീസിലൊന്ന് കേക്ക് മുറി ഉണ്ടായിട്ടുണ്ട്. ശ്രീമോൾ കേക്കൊക്കെ മുറിച്ചു. ശ്രീമോൾ കഴിക്കാൻ തുടങ്ങി. ആദ്യം കണ്ണന് കൊടുത്തു. എനിക്കും തരികയാണ്. എന്താ ശ്രീമോളെ? തനുമോൻ ഉറങ്ങാണ്. എനിക്ക് തന്നു ശ്രീമോളൊരു കഷ്ണം. ആദ്യത്തെ കടി, രണ്ടാമത്തെ കടി. ശ്രീമോൾക്കൊരു സംഭവം കൂടെ സമ്മാനം കൊടുത്തു. ശരിക്കും സർപ്രൈസ് ആയിട്ടോ. എന്താണാവോ? കുത്തണ്ടേ? നീ കുത്താൻ പോണോ? കാണിച്ച താങ്ക് യു. ഇതേതാണ് ജ്വല്ലറി? മഹാരാജ അല്ലേ? നമ്മുടെ മഹാരാജ ജ്വല്ലറിയിൽ പോയി വീണ്ടും ശ്രീമോൾക്ക് എമ്മണ് കണ്ടേ കാണിച്ചെന്ന കമ്മല് ഒരു സെക്കൻഡ് സെഡാണ്. കാണാൻ മാത്രം ഉണ്ട്. പോരെ? സന്തോഷായോ? സന്തോഷായി. തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അല്ല, പ്രതീക്ഷിച്ചിട്ട് പറഞ്ഞാല് നെല്ല് നടക്കില്ല. ഡയമണ്ട് ഇത് ഞാൻ വെറുതെ അവിടുന്ന് അന്ന് നോക്കി വെച്ചായിരുന്നു. മതി. തനുമല്ലേ ഞങ്ങളെ കേക്ക് മുറിയുടെ സൗണ്ട് ഇടുന്നത്. എണീറ്റ് വന്നിരിക്കണു വല്ലാത്ത കുട്ടി. ഉറക്കത്തുനിന്നൊക്കെ വന്നാണ് അമ്മേന്റെ കേക്ക് കണ്ടിട്ട്. കുഞ്ഞുമണിയെ കേക്ക് മുറ്റാൻ വന്നതാണോ? ഞൊങ്ങണ്ടേ? കുഞ്ഞിനൊങ്ങണ്ടേ? പാവാവൊങ്ങണ്ടഞ്ഞാ അമ്പാനി കേക്ക് മുറ്റാൻ വന്നതാണോ അമ്മേന്റെ ബർത്ത്ഡേക്ക്? അമ്മേന്റെ തോളിൽ കയറിയിരിക്കണ തനുമോൻ. തന്യ തന്യ